ഒരു തീപ്പെട്ടിയുടെ ഉള്ളിൽ രണ്ട് തരം കൊള്ളികൾ ഉണ്ടായിരുന്നു. ഒരു വശത്ത് പച്ച കൊള്ളികളും അപ്പുറത്ത് നീല കൊള്ളികളും. അവർ ഭൂമി അതിർത്തി വെച്ച് വേർതിരിച്ചിരുന്നു. അതിർത്തിയിലാണെങ്കിലോ പട്ടാളക്കാരും കാവലിനായിട്ടുണ്ട്. ഇതാണ് എന്റെ ഭാഗം, അതാണ് നിന്റെ ഭാഗം എന്നതായിരുന്നു അവരുടെ ലോകം. പക്ഷെ ഒരു ദിവസം പെട്ടെന്നൊരു കൊടുങ്കാറ്റ് വീശി അതിർത്തി രേഖ കുറച്ചങ്ങോട്ട് നീങ്ങിപ്പോയി. പച്ച ഭാഗത്തേക്കായിരുന്നു നീങ്ങിപ്പോയത്. നീലക്കൊള്ളികളുടെ ഭൂമി 1 മീറ്റർ കൂടി കൂടി. പച്ചക്കൊള്ളികൾ അപ്പൊ തന്നെ ഓടി വന്ന് അതിർത്തി പഴയപടിയാക്കാൻ നോക്കി. പക്ഷെ നീലക്കൊള്ളികൾ പറഞ്ഞു, ഇത് ദൈവത്തിന്റെ മെസ്സേജാണ്, ഇനി അത് ഞങ്ങളുടെ ഭൂമിയാണ് എന്ന്. അങ്ങനെ അതും പറഞ്ഞ് അടിയായപ്പോൾ ഒരു നീല പട്ടാളക്കാരൻ വന്നിട്ട് ഒരു പച്ച പട്ടാളക്കാരനെ ക്രൂരമായി ആക്രമിച്ചു. നീലക്കൊള്ളികൾ മുഴുവനും പടയാളികളെ ഇറക്കി, പച്ചക്കൊള്ളികൾ കുതിര പടയാളികളെ ഇറക്കി. നീലക്കൊള്ളികൾ മെഷീൻ ഗണ്ണുകൾ കൊണ്ട് വെടിവെച്ചു, പച്ചക്കാര് ടാങ്കുകൾ കൊണ്ട് തകർത്തു. അടിയോടടി പെരുമടി പൊരിഞ്ഞടി. പക്ഷെ അവർക്കറിയില്ലായിരുന്നു അവർ താമസിക്കുന്നത് തീയുടെ മടയിലാണെന്ന്. 2 മണിക്കൂർ നീണ്ടുനിന്ന ആ മഹായുദ്ധം നടക്കുമ്പോൾ നീല കമാൻഡർമാര് അവസാനത്തെ തീരുമാനമെടുത്തു. തീപ്പെട്ടിക്കൂട് എറിഞ്ഞ് തീയിട്ട് കത്തിക്കുക അവരെ. പച്ച പട്ടാളക്കാർ കത്തുന്നത് കണ്ട് നീലക്കാര് സന്തോഷിച്ചു. പക്ഷെ പെട്ടെന്നൊരു കാറ്റ് വീശി തീ ആളി പടർന്നു. 1, 2, 3 അങ്ങനെ എല്ലാം കത്തി കരിഞ്ഞു. അവസാനം പച്ചയും നീലയും കൊള്ളികളും അതിർത്തികളും എല്ലാം പുകയായി. 1 മീറ്റർ ഭൂമിക്ക് വേണ്ടി അവർ മുഴുവൻ ലോകവും കത്തിച്ച് പുകയാക്കി കളഞ്ഞു.